വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം. പൗലോസും സിൽവാനോസും തിമോത്തേയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കക്കാരുടെ സഭയ്ക്ക് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ നിരന്തരം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ സദാ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ നിലനിൽപ്പും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദൈവത്താലാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ സുവിശേഷം നിങ്ങളിൽ എത്തിയത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബോധ്യത്തിലുമത്രേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി നിരവധി ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. അങ്ങനെ നിങ്ങൾ മക്കദോനിയായിലും അക്കായിയായിലുമുള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കദോനിയായിലും അക്കായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഏതു വിധത്തിലുമുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിന് വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞെന്നും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ അവിടുത്തെ പുത്രൻ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഫിലിപ്പിയായിൽ വെച്ച് പീഡകൾ സഹിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തെങ്കിലും വലിയ എതിർപ്പിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ അല്ല. സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതിനാലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയിലോ ദ്രവ്യാസക്തിയുടെ ഭാവത്തിലോ കാണപ്പെട്ടിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മേന്മ ഭാവിക്കാമായിരുന്നു. എന്നാൽ ധാത്രി തൻ്റെ മക്കളെ പോറ്റുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ആർദ്രതയുള്ളവരായി. നിങ്ങളോടുള്ള വാത്സല്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും കുറ്റമറ്റതുമായിരുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്രകാരം തന്നെ ദൈവവും. നിങ്ങൾക്കറിയാവുന്ന പോലെ പിതാവ് മക്കളോടെന്ന പോലെയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പെരുമാറിയത്. തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരരെ, നിങ്ങൾ യൂദയായിൽ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ
സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു. ഞങ്ങളെ പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനതകൾ രക്ഷപ്പെടുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ക്രോധം അവരുടെ മേൽ നിപതിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചുനാളത്തേക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താത്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും.